ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു വാപ്സ് യൂട്യൂബ് ക്ലാസ്സസ്. അപ്പോൾ ക്രിസ്മസ് എക്സാംസ് ഒക്കെ വരാൻ പോവുകയാണ്. നമ്മൾ എല്ലാവരും എക്സാം പ്രിപ്പറേഷനിലും ആയിരിക്കും. അന്നേരം അതിനകത്ത് ഉള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൈസ്കൂൾ സെക്ഷനിൽ ഇംഗ്ലീഷിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൊഫൈൽ റൈറ്റിംഗ്. നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും പ്രൊഫൈൽ റൈറ്റിംഗിലാണ്. ഒരു 5 മാർക്സോ 6 മാർക്സിനോ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമുക്കത് ഹോൾ മാർക്സും നമുക്ക് നേടിയെടുക്കാനും പറ്റും. നമ്മൾ അതിനകത്ത് കറക്റ്റ് ആയിട്ട് പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്താൽ, അതിന്റെ ഫോർമാറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 മാർക്സും ഗെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. ആർക്കും സ്കിപ്പ് ചെയ്യാതെ തന്നെ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെ ആണ്. കാരണം അതിനകത്ത് ഹിൻസ് ഒക്കെ അവർ തന്നിട്ടുണ്ടാവും. അപ്പം ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഹൈസ്കൂൾ സെക്ഷൻ അല്ലെങ്കിൽ ഒരു ഹയർ സെക്കൻഡറി വരെ പോയാലും നമുക്കൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒന്നാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. ആൻഡ് നമുക്ക് അതിനകത്ത് സ്കോർസ് അവർ ഹിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇതുപോലെ കുറെ ഹിൻസ് കണ്ടിട്ടുണ്ടാവും. നമ്മൾ ചില സമയത്തെങ്കിലും അത് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുന്ന ഒരു സെക്ഷൻ ആണ് ഈ പ്രൊഫൈൽ റൈറ്റിംഗ്. ഇനിയെങ്കിലും അത് മാറ്റാതിരിക്കുക. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഹിൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഹിൻസിനെ ജസ്റ്റ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് സെന്റൻസ് ആക്കുക. ഷോർട്ട് പാരഗ്രാഫിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യുക. ഈ ഒരൊറ്റ കാര്യമേ അതിനകത്ത് ചെയ്യേണ്ടതായിട്ടുള്ളൂ. പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നേക്കുന്ന ഹിൻസിനെ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ എങ്ങനെ സെന്റൻസിലോട്ട് മാറ്റുന്നു, ആൻഡ് ഓൾസോ അതിനൊരു ഷോർട്ട് പാരഗ്രാഫ് എങ്ങനെ ആക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യേണ്ട കുറച്ച് പ്രിപ്പോസിഷൻസ് ഉണ്ട്. ആ പ്രിപ്പോസിഷൻസിലാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നതും നമ്മൾ അവിടെ വേണ്ട എന്ന് വെക്കുന്നത്, ഈ ക്വസ്റ്റ്യനെ എഴുതണ്ടെന്ന് വെക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ അതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ പ്രിപ്പോസിഷൻസ് അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ അട്രാക്റ്റീവ് പ്രൊഫൈലിലോട്ട് മാറ്റാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് എഴുതുമ്പോൾ എല്ലാ പ്രൊഫൈൽസിനും ഒരു ഹെഡിങ് കൊടുക്കണം. ആ ഹെഡിങ് നമ്മൾ കൊടുക്കേണ്ടത് ഏത് പോയറ്റിനെയാണോ തന്നേക്കുന്നത്, ആ പോയറ്റിനെ അല്ലെങ്കിൽ ഏത് ഓഥറിനെയാണോ തന്നേക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് തന്നെ എടുത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ഹെഡിങ് ആക്കി കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് തിങ് നമുക്കൊരു ഹെഡിങ് കൊടുക്കണം. അപ്പൊ ഞാനിവിടെ റോബർട്ട് ഫ്രോസ്റ്റിന്റെ എടുത്തേക്കുന്നത്. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് തന്നെയാണ് ഞാൻ ഹെഡിങ്ങും കൊടുത്തു. ദെൻ നമുക്ക് അതിനെ കുറച്ചുകൂടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം. അദ്ദേഹത്തിന്റെ ബർത്ത് ഇയറും ഡെത്ത് ഇയറും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഇയറിനെയും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ കോട്ട് ചെയ്യുന്നു. 1874 to 1963. അപ്പൊ ഇത്രയും ചെയ്തപ്പോഴത്തേക്കും ടൈറ്റിലായി. പ്രൊഫൈൽ എഴുതുമ്പോഴത്തേക്കും നമുക്ക് ടൈറ്റിൽ വേണം എന്ന് പറഞ്ഞു. ഫസ്റ്റ് തിങ് ഇസ് ഓഥറിന്റെ പേര് കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് അദ്ദേഹത്തിന്റെ ബർത്ത് ഇയറും ഡെത്ത് ഇയറും ഞാൻ അതിനകത്ത് കോട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ എപ്പോഴും ഇതുപോലുള്ള ഹിൻസ്, ഇത്രയും ഹിൻസ് ആയിരിക്കും നമുക്ക് നോർമലി തരുന്നത്. അത് ഓർഡർ തെറ്റിച്ചൊന്നും തരത്തില്ല. ഇതുപോലെ ഈ ഓർഡറിലായിരിക്കും തരുന്നത്. ഈ ഓർഡറിൽ തരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു നാഷണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. നാഷണാലിറ്റി ഉണ്ട്, ഒക്കുപേഷൻ ഉണ്ട്, അദ്ദേഹത്തിന്റെ വർക്ക്സ്, അവാർഡ്സ്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ എഴുതി പോകുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ നാഷണാലിറ്റി കിടക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ ഹി ഈസ് ആൻ അമേരിക്കൻ എന്ന് നിങ്ങൾക്ക് പറയാം. അതിലും നല്ലത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് സെന്റൻസിൽ തന്നെ നമ്മൾ അത് മെൻഷൻ ചെയ്യാൻ പോവാണ്. നാഷണാലിറ്റി നമ്മൾ മെൻഷൻ ചെയ്യുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ബർത്ത് ആണ് ആദ്യം പറയേണ്ടത്. അതിന്റെ കൂടെ നമ്മൾ ആ നാഷണാലിറ്റി കൂടെ ആഡ് ചെയ്തിട്ട് പറയുവാണ് ദ ഫേമസ് നാഷണാലിറ്റി അമേരിക്കൻ ആണ്, ദ ഫേമസ് അമേരിക്കൻ. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒക്കുപേഷൻ പറഞ്ഞിട്ടുണ്ട്, പോയറ്റ് ആണ്, പ്ലേ റൈറ്റ് ആണ്, അമേരിക്കൻ പോയറ്റ് ആൻഡ് പ്ലേ റൈറ്റ്. ഇനി അദ്ദേഹത്തിന്റെ നെയിം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. റോബർട്ട് ഫ്രോസ്റ്റ് വാസ് ബോൺ. അപ്പൊ നമുക്ക് നോക്കുമ്പോ അറിയാം അദ്ദേഹം ഡൈഡ് ഇയർ നമുക്ക് തന്നിട്ടുണ്ട്, മരിച്ചുപോയ ആളാണ്. അപ്പൊ അത് പോയിട്ടും ഈ ഇയർ എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതുമാണ്. അതുകൊണ്ട് നമ്മൾ പാസ്റ്റ് ടെൻസ് ആ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വാസ് ബോൺ. ഇനി നമുക്ക് വരുന്ന കൺഫ്യൂഷൻ, ഇവിടെ ഡേറ്റ് തന്നിട്ടുണ്ട്, ഇയർ തന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഇൻ ആണോ ഓൺ ആണോ എന്നുള്ള കൺഫ്യൂഷൻ ആണ് നമുക്ക് വരുന്നത്. നമുക്ക് അവിടെ വരുമ്പോൾ ഓൺ ആണോ ഇൻ ആണോ എന്നുള്ള കൺഫ്യൂഷൻ മാറുവാണ്. നമുക്ക് ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഓൺ കൊടുക്കുക. ഡേറ്റ് ആണ് തന്നിട്ടുള്ളെങ്കിൽ ഓൺ 26th March 1874. ഇനി ചില സമയങ്ങളിൽ നിങ്ങൾക്ക് എന്തേ തന്നിട്ടുണ്ടാകത്തുള്ളൂ, ഇയർ മാത്രമേ തന്നിട്ടുണ്ടാകത്തുള്ളൂ. അന്നേരം നിങ്ങൾ എന്ത് കൊടുക്കണം, ഇൻ ഇയർ. അപ്പൊ ഓർത്ത് വെക്കുക, ഓൺ ഡേറ്റും ഇൻ ഇയറും. ഓൺ കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, ഇൻ കഴിഞ്ഞാൽ നമുക്ക് ഇയറേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇയർ മാത്രമാണ് തരുന്നതെങ്കിൽ വി യൂസ് ഇൻ എന്നുള്ള പ്രപ്പോസിഷൻ അതിന് മുന്നേ യൂസ് ചെയ്യാം. ഡേറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഓൺ യൂസ് ചെയ്യാം. അപ്പൊ അത് ഫസ്റ്റ് സെന്റൻസ് ഓക്കെ ആയില്ലേ. ദെൻ ഇതിനു ശേഷം നമുക്ക് തന്നേക്കുന്നത്, ഇനി നമ്മൾ അതിൽ ഒക്കുപേഷൻ കൊടുത്തു, നാഷണാലിറ്റി കൊടുത്തു. ആഫ്റ്റർ ദാറ്റ് നോട്ടബിൾ വർക്ക്സ് തന്നിട്ടുണ്ട്. അപ്പൊ നോട്ടബിൾ വർക്ക്സ് നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഹി
ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒക്കുപേഷൻ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹി വാസ് ഫേമസ് ആസ് പോയറ്റ് ആൻഡ് പ്ലേ റൈറ്റ് എന്ന് കൊടുക്കാം. ഹി വാസ് ഫേമസ് ആസ് പോയറ്റ് ആൻഡ് പ്ലേ റൈറ്റ്. അപ്പൊ നമുക്ക് ഒരു സെന്റൻസ് കൂടെ ആഡ് ആയി. അപ്പൊ ഇവിടെ ഞാൻ അത് ആഡ് ചെയ്തത് കൊണ്ട് ഇനി എഴുതുന്നില്ല. ഹി വാസ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നോട്ടബിൾ വർക്ക്സേ ഉള്ളൂ. ഹിസ് നോട്ടബിൾ വർക്ക്സ്. ഇവിടെ ഇപ്പോ രണ്ടെണ്ണം തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വർക്ക്സ് എന്ന് എഴുതിയത്. ഒന്നേ ഉള്ളൂ എങ്കിൽ ഹിസ് നോട്ടബിൾ വർക്ക് ഈസ് എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ എന്നാ പറയുന്നത്. രണ്ടെണ്ണം തന്നിട്ടുണ്ട്, അതുകൊണ്ട് വി യൂസ് ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ. എന്നിട്ട് ആ പേരങ്ങ് എടുത്ത് കൊടുക്കുക. ബോയ്സ് വിൽ. എന്തൊക്കെ തന്നിട്ടുണ്ടോ അതെല്ലാം കോമ ആയിട്ട് എഴുതിക്കൊള്ളുക. ഇപ്പൊ ഇവിടെ രണ്ടെണ്ണം തന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എഴുതുന്നുള്ളൂ. നോർത്ത് ഓഫ് ബോസ്റ്റൺ. ഓക്കെ, അടുത്ത് നമ്മൾ പോകുന്ന അവാർഡ്സിന്റെ കാര്യമാണ് നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ 2 അവാർഡ്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹി വൺ അവാർഡ്സ് ലൈക്ക്. രണ്ടെണ്ണം തന്നതുകൊണ്ട് ഹി വൺ അവാർഡ്സ് ലൈക്ക്. എന്തൊക്കെ അവാർഡ്സ് ആണ് അടുത്ത് അതിനുശേഷം മെൻഷൻ ചെയ്ത് പോവാം. ഇപ്പം ഇവിടെ തന്നേക്കുന്ന ഏതൊക്കെയാണോ അത് രണ്ടും അവിടെ മെൻഷൻ ചെയ്ത് പോവാം. ആൻഡ് ഏറ്റവും ലാസ്റ്റ് ഇനി നമ്മൾ ഉപയോഗിക്കാത്ത ഒരൊറ്റ ഹിന്റെ ബാലൻസ് ഉള്ളൂ. ദാറ്റ് ഇസ് ഡൈഡ് ഇയർ. ഡൈഡും ഡേറ്റ് ആണ് തന്നേക്കുന്നത്. ഡേറ്റും ഇയറും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിനെ സെന്റൻസ് ആക്കുമ്പോഴത്തേക്കും നമുക്കൊരു സ്റ്റാൻഡേർഡ് സെന്റൻസ് കൊടുക്കണം. ഹി പാസ്ഡ് എവേ ഇൻ. ഹി പാസ്ഡ് എവേ. അപ്പൊ നേരത്തെ പറഞ്ഞു ഓൺ ആണ് കൊടുക്കുന്നതെങ്കിൽ ഡേറ്റ് ആണ് തരുന്നതെങ്കിൽ ഓൺ കൊടുക്കണം. അപ്പൊ ഇവിടെ ഡേറ്റ് തന്നിട്ടുണ്ട്. പാസ്ഡ് എവേ ഓൺ 29th January 1963. ഇത്രയും കാര്യങ്ങളാണ് ഈ ഹിൻസ് വെച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇനി ചില പ്രൊഫൈൽസിൽ നമുക്ക് ബർത്ത് പ്ലേസ് കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ബർത്ത് പ്ലേസ് മെൻഷൻ ചെയ്യുമ്പോഴും നമ്മൾ അവിടെയും പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നാണോ വച്ചാണോ എന്നൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പൊ പ്ലേസസ് വരുമ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പൊ ഇന്നാണോ വച്ചാണോ ആഡ് ചെയ്യാനുള്ളതെന്ന്. അപ്പൊ നമുക്ക് അവിടെ പറയുമ്പോഴത്തേക്കും ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ട്രിവാൻഡ്രം ഇസ് ഇൻ കേരള, റൈറ്റ്? അപ്പൊ നമുക്ക് അത് ആഡ് ചെയ്യുമ്പോൾ ഈ 2 സ്ഥലമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ വി വിൽ യൂസ് അറ്റ് ട്രിവാൻഡ്രം ഇൻ കേരള. ഇപ്പൊ കുഞ്ഞു പ്ലേസസ്, വലിയ ഫേമസ് അല്ലാത്ത പ്ലേസസ് അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു വലിയൊരു സിറ്റിക്ക് അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസിനെ പറയുന്നുണ്ടെങ്കിൽ അറ്റ് ട്രിവാൻഡ്രം ഇൻ കേരള. അത് ഓർത്ത് വെച്ചേക്ക്. എപ്പോഴും ഏതെങ്കിലും ഒരു സ്ഥലം വെച്ച് കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചു വെച്ചേക്ക്. ഇപ്പം തമിഴ്നാടും ചെന്നൈയും ആ പറഞ്ഞേക്കുന്നത്. ചെന്നൈ തമിഴ്നാടു എന്നാണ് നിങ്ങൾക്ക് പ്ലേസ് തന്നേക്കുന്നതെങ്കിൽ അറ്റ് ചെന്നൈ ഇൻ തമിഴ്നാടു. ചെന്നൈയിലാണ് അദ്ദേഹം ജനിച്ചത്. ആ സ്ഥലം എവിടെ ഉള്ളതാണ്? തമിഴ്നാട്ടിലുള്ളതാണ്. അപ്പൊ അവിടെ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഇപ്പം ട്രിവാൻഡ്രം വെച്ച് ഞാൻ പറയുവാണെങ്കിൽ അറ്റ് ട്രിവാൻഡ്രം ഇൻ കേരള. ഇത് പ്ലേസിന്റെ കാര്യത്തിൽ വരുന്നത്. ദെൻ നമ്മൾ ഡേറ്റിന്റെ കാര്യത്തിൽ പറഞ്ഞു. ഡേറ്റ് ആ തരുന്നതെങ്കിൽ ഓൺ പ്ലസ് ഡേറ്റും, ഇയർ ആ തരുന്നതെങ്കിൽ ഇൻ പ്ലസ് ഇയറും. നമ്മൾ മാത്സിലൊക്കെ ഇക്വേഷൻ പഠിക്കുന്നത് പോലെ ഇതിനകത്തും വേണമെങ്കിൽ പഠിച്ചു വെക്കാം. ഇപ്പൊ സ്മോൾ പ്ലേസസ് ആണെങ്കിൽ അറ്റ് പ്ലസ് സ്മോൾ പ്ലേസും ഇൻ പ്ലസ് ലാർജ് പ്ലേസും. അതിന് ഈ ഒരു എക്സാമ്പിൾ ഓർത്ത് വെച്ചേക്കാം. അറ്റ് ട്രിവാൻഡ്രം ഇൻ കേരള. ട്രിവാൻഡ്രം എന്നുള്ള പ്ലേസ് കേരളത്തിലുള്ളതാണ്. അപ്പം അറ്റാണ് നമ്മൾ ട്രിവാൻഡ്രത്തിന് മുന്നേ ചേർക്കുക. ആൻഡ് കേരള ഇസ് ദ ലാർജസ്റ്റ് പ്ലേസ്. സോ നമ്മൾ അതിന് മുന്നേ ഇന്ന് ചേർക്കും. ദെൻ ഡേറ്റിന്റെ കാര്യം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നമുക്ക് മേജർലി നോക്കാനുള്ളത്. ചില സമയങ്ങളിൽ നമുക്ക് പേരൻസിന്റെ നെയിം കൂടെ മെൻഷൻ ചെയ്യും. അപ്പം ചിലപ്പം ഫാദേഴ്സ് നെയിം എന്നും മദേഴ്സ് നെയിം എന്നും രണ്ടായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അതിനെ ഒറ്റ സെന്റൻസ് ആക്കി എഴുതുക. ഹിസ് പേരൻസ് ആർ. ഹിസ് അല്ലെങ്കിൽ ഹെർ പേരൻസ് ആർ. നമുക്ക് തന്നേക്കുന്ന ആളുടെ പേര് നോക്കുക. അപ്പൊ ഇവിടെ റോബർട്ട് ഫ്രോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഹിസ് യൂസ് ചെയ്തു. അവിടെ വരുമ്പോൾ ഇപ്പൊ വേറെ ആരെങ്കിലും പേരാ തരുന്നതെങ്കിൽ നമ്മൾക്ക് ഹർ യൂസ് ചെയ്യാം. ജെൻഡർ അവിടെ ഏതാണോ പറഞ്ഞേക്കുന്നത് അതിനനുസരിച്ച് ഹിസ്സും ഹറും ആഡ് ചെയ്യാം. പിന്നെ വരുന്നത് ഈ ഇന്നും ഓണും അച്ചും ഇന്നും ഒക്കെ വരുന്നതും. പിന്നെ ഈ നോട്ടബിൾ വേർഡ്സ്, ഈ സെന്റൻസിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എഴുതാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് ഹി പാസ്ഡ് അവേ എന്നുള്ള വേർഡ്, അല്ലെങ്കിൽ ഹി ഡൈഡ് ഓൺ, അല്ലെങ്കിൽ ഹി ഡൈഡ് ഇൻ ദ ഇയർ എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്ത് പോവാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്, പ്രൊഫൈൽ റൈറ്റിങ്ങിനകത്ത് പറയാനുള്ളത്. അപ്പൊ ഇനി നമുക്ക് എക്സ്ട്രാ ഒരു പോയിന്റ് ചിലപ്പോൾ തരുന്ന, മേ ബി അവർ പ്രൊവൈഡ് ചെയ്യും എഡ്യൂക്കേഷൻ, അവർ എവിടെ നിന്നായിരിക്കും അവരുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തെന്നുള്ളത്. അപ്പൊ നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നത് ഹി കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം
ഏതെങ്കിലും ഒരു കോളേജിന്റെ പേര് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഫ്രം എന്ന് കഴിഞ്ഞിട്ട് കോളേജിന്റെ പേര് കൊടുക്കുക. ആൻഡ് ഇൻ ദ ഇയർ തന്നിട്ടുണ്ടെങ്കിൽ ഇൻ കൊടുക്കുക. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇയറിന് മുന്നേ നമ്മൾ ഇൻ ആഡ് ചെയ്യും. അത് എവിടെ വന്നാലും നമ്മൾ ഇൻ ആയിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവർ തരത്തുള്ളൂ. നോർമലി നെയിം തരും, ബർത്ത് പ്ലേസ് തരും, ഒക്കുപ്പേഷൻ തരും, നാഷണാലിറ്റി, നോട്ടബിൾ വർക്ക്സ്, അവാർഡ്സ്. അപ്പൊ ഇതിനെല്ലാത്തിനെയും കൂടെ നമ്മൾ ജസ്റ്റ് സ്മോൾ സെന്റൻസസ് ആക്കുന്നു. ആഫ്റ്റർ ദാറ്റ് അതിനെ ഒരു ഷോർട്ട് പാരഗ്രാഫ് ആക്കി ഒരു ബോക്സ് ഒക്കെ വരച്ച് ഇതുപോലെ ഒരു ടൈറ്റിൽ ഒക്കെ കൊടുത്ത് എഴുതി കഴിഞ്ഞാൽ പ്രൊഫൈൽ വിൽ ബി കളർഫുൾ എന്ന് പറയാം. നമുക്ക് ആ ഫുൾ മാർക്സും സ്കോർ ചെയ്യുകയും ചെയ്യാൻ പറ്റും. അപ്പൊ ഈ വീഡിയോയുടെ എൻഡില് ഞാനൊരു കുറച്ച് ഹിൻസ്, RK നാരായണനെ പറ്റിയിട്ട് കുറച്ച് ഹിൻസ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഹിൻസ് വെച്ച് ജസ്റ്റ് ഒരു പ്രൊഫൈൽ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക. താങ്ക് യു. വി വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.